തിരുവനന്തപുരത്തെ വിട്ടേക്കൂ. ബാക്കി 4 A+ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. BJP കേരള ഘടകത്തോട് കേന്ദ്ര നേതൃത്വം പറയുന്നത് ഇതാണ്. അതായത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കേരള ഘടകം സമ്പൂർണ്ണ ഇരുട്ടിലാണ്. ഒരു കാര്യം മാത്രം അറിയാം, ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വരും. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് 3 കേന്ദ്രമന്ത്രിമാരുടെ പേരുകളാണ്. നിർമ്മല സീതാരാമൻ, S. ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ. ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖറിനാണ്. മറ്റു 2 പേരുടെ തമിഴ്നാട് ബന്ധവും ഇടയ്ക്കിടെയുള്ള തിരുവനന്തപുരം സന്ദർശനവുമാണ് അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനം. എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും ഇടയ്ക്ക് ചർച്ചകളിൽ കേട്ടു. ഒരു കാര്യം കൂടി BJP കേരള ഘടകത്തിന് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ അക്കാദമിക് നിലവാരത്തിന് ഒത്ത സ്ഥാനാർത്ഥിയാകും വരിക. തരൂർ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് ശേഷം പ്രത്യേകിച്ച് തരൂർ ഒരു വാർത്താ കേന്ദ്രമാണ്. പക്ഷേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള BJPയുടെ പ്രഥമ പരിഗണനയിൽ നിന്ന് തിരുവനന്തപുരം മാറി. സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിനാണ് ഊന്നൽ. പ്രധാനമന്ത്രി 2 ആഴ്ചത്തെ ഇടവേളയിൽ 2 വട്ടം വന്നതും തൃശ്ശൂരാണ്. 1984 തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായ കേരളവർമ്മ രാജ 1 ലക്ഷത്തിലധികം വോട്ട് നേടിയ തിരുവനന്തപുരം ഇപ്പോൾ പരിഗണനാ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. BJP വിജയപ്രതീക്ഷയുടെ കൊടുമുടി കയറിയത് 2014 O. രാജഗോപാൽ മത്സരിച്ചപ്പോഴാണ്. 2019 ശശി തരൂരിന്റെ ഭൂരിപക്ഷം ഉയർന്നെങ്കിലും BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7ൽ 3 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അതായത് എതിരാളികളെ ഞെട്ടിക്കാൻ BJPക്ക് സാധിക്കുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. പക്ഷേ ആ സർപ്രൈസ് കേന്ദ്രം പൊട്ടിക്കണം.